രാമലീല എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ദിലീപിനെ നായകനാക്കി ഫാൻ ബോയ് കൂടിയായ അരുൺ ഗോപി ഒരുക്കിയ സിനിമയാണ് ബാന്ദ്ര. ദിലീപിൻ്റെ കരിയറിലെ ഏറ്റവും മോശമായ അവസ്ഥയിലായിരുന്നു ഈ ചിത്രം ഇറങ്ങാനിരുന്നതെങ്കിൽ പോലും ഒരു ഹിറ്റ് പടത്തിന് ശേഷം ഒന്നിക്കുന്ന ഒരു കോംബോ എന്ന നിലയ്ക്ക് തന്നെ ഈ സിനിമയ്ക്ക് ഒരു നല്ല ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു. ഒപ്പം തന്നെ തമന്നയുടെ ആദ്യത്തെ മലയാള ചിത്രം എന്നതും ഈ പടത്തിന് മറ്റൊരു ഗുണകരമായ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു. ഏകദേശം 12 കോടിയോളം ബഡ്ജറ്റിൽ നിർമ്മാണം ആരംഭിച്ച സിനിമയ്ക്ക് എന്നാൽ ഷൂട്ട് നീണ്ടുപോകുന്നതിനാലും മറ്റു കാരണങ്ങൾ കൊണ്ടും തന്നെ 35 കോടിയോളം ബഡ്ജറ്റ് ആകുകയും ചെയ്തിരുന്നു. അന്യഭാഷയിൽ നിന്നുള്ള വലിയൊരു താരനിരയും ഈ ചിത്രത്തിന് പിന്നിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ ചിത്രത്തിൻ്റെ ആദ്യ ടീസർ പുറത്തുവിട്ട സമയത്തും ആ ടീസറിന് മികച്ച പ്രതികരണം ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിന് നല്ലൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചായിരുന്നു. ഒരു മാസ് ഓറിയൻറ്റഡ് പടം എന്ന നിലയ്ക്കായിരുന്നു ഇതിൻ്റെ ആദ്യ ടീസർ വന്നപ്പോൾ ഇതിൻ്റെ ടീം പ്രൊമോട്ട് ചെയ്തത്. ഏറെ നാളുകൾക്ക് ശേഷം വരുന്നൊരു ദിലീപിൻ്റെ മാസ് പടം എന്നതുകൊണ്ട് തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള പലർക്കും ഈ സിനിമയിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഈ പടത്തിൻ്റെ അതേ ക്രൂ തന്നെ ഇതൊരു മാസ് പടമല്ല, മറിച്ച് ഇതൊരു റൊമാൻറ്റിക് ഇമോഷണൽ ഡ്രാമ ആണെന്നുള്ള രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. അതോടെ ദിലീപിൻ്റെ ഒരു മാസ് അവതാർ കുറേ നാളുകൾക്ക് ശേഷം കാണണം എന്ന് വിചാരിച്ചിരുന്ന പ്രേക്ഷകർക്ക് അതൊരു അടിയായി മാറി. എന്നിരുന്നാലും അന്ന് ഈ പടം തിയേറ്ററിൽ പോയി FTFs കണ്ട ഒരാളാണ് ഞാൻ. ഈ പടത്തെപ്പറ്റി ചുരുക്കി പറയുകയാണെങ്കിൽ 2010കളിൽ ഇറക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പടം ഹിറ്റായി പോകുമായിരുന്നു. ഒരു അവരാധൻ ടൈപ്പ് പടം ആയിരുന്നുവെങ്കിലും അത്യാവശ്യം കണ്ടിരിക്കാൻ മാത്രം കൊള്ളാവുന്ന കുറേ എലമെൻറ്റ്സും ഈ പടത്തിലുണ്ടായിരുന്നു. ദിലീപിന് മാസ് നല്ലോണം വഴങ്ങും എന്ന് നമുക്കറിയാം. എന്നാൽ ഇതിൽ അദ്ദേഹത്തെ പ്ലേസ് ചെയ്ത രീതി തീരെ പോരായിരുന്നു. ഈ പടത്തിൻ്റെ അവസാനം ലൂസിഫർ പോലൊരു ക്ലൈമാക്സും ഇവർ പ്രതീക്ഷിച്ച് ഒരു ഐറ്റം ചെയ്തിരുന്നു. എന്നാൽ അതും മുട്ടൻ കോമഡിയായെന്ന് തന്നെ വേണം പറയാൻ. ക്ലീഷേ കണ്ടൻ്റ് ആയിരുന്നെങ്കിൽ പോലും ഒരുപക്ഷെ നേരെ ചൊവ്വ എടുത്തിരുന്നെങ്കിൽ ഈ പടം കയറിപ്പോകുമായിരുന്നു. പടത്തിന് ഫസ്റ്റ് ഡേ വന്ന നെഗറ്റീവ് റിവ്യൂസ് പടത്തിൻ്റെ കളക്ഷനെ നല്ലപോലെ ബാധിച്ചിരുന്നു. ആ ദിവസം 1 കോടി മാത്രമായിരുന്നു ഈ പടം തിയേറ്ററുകളിൽ നിന്ന് നേടാനായത്. ഫൈനൽ കളക്ഷൻ 6 കോടിയിൽ ഒതുങ്ങുകയും പ്രൊഡ്യൂസറിന് ഷെയറായി 3 കോടി മാത്രമായി കിട്ടുകയും ചെയ്തു. ഒരുപക്ഷെ ഈ പടത്തിന് പോസിറ്റീവ് കിട്ടിയിരുന്നെങ്കിൽ ഈ 80-90 കോടി ഫൈനലെങ്കിലും ഈ പടം നിൽക്കുമായിരുന്നു. ഇതുവരെ OTT ഡീൽ പോലും ഈ പടത്തിൻ്റെ വിറ്റ് പോയിട്ടില്ല. എന്നിരുന്നാലും ഈ പടം OTTയിൽ വരുമെന്നും ദിലീപ് മറ്റൊരു പടത്തിലൂടെ കംബാക്ക് അടിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം.